ആശ്വാസങ്ങൾ അന്വേഷിച്ചാണ് മനുഷ്യരെല്ലാം അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ആശ്വാസം, നിത്യമായ ആശ്വാസം കണ്ടെത്തുന്നുമില്ല. ബൈബിൾ ആശ്വാസത്തിന്റെ ആഴങ്ങൾ പറയുന്ന പുസ്തകമാണ്. സങ്കടങ്ങളുടെ കടലിന് മീതെ യാത്ര ചെയ്ത ക്രിസ്തു കണ്ടെത്തിയ ആശ്വാസം എന്തായിരുന്നു? എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ? താങ്ങാനാവാത്ത മരണത്തിന്റെ നോവുള്ള പാനപാത്രങ്ങളെപ്പോലും ക്രിസ്തു നെഞ്ചോട് ചേർത്ത് പിടിച്ചത് എന്റെ പിതാവ് എനിക്ക് തന്ന ഒരു പാനപാത്രം എന്ന ചിന്തയിലൂടെയാണ്. ഐ ഹാവ് എ ബിഗ് ഫാദർ. എനിക്കൊരു അപ്പനുണ്ട്. എന്റെ അപ്പനറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു കണ്ടെത്തലാണ് ആശ്വാസത്തിന്റെ ആഴം. സകലതും സൃഷ്ടിച്ച, സർവചരാചരങ്ങളെയും ചരിപ്പിക്കുന്ന, ഭൂമിയെ അതിന്റെ അച്ചുതണ്ടിൽ കറക്കുന്ന ദൈവം എന്റെ സ്വന്തം അപ്പനാണ്. ഇത് കണ്ടെത്തുന്നിടത്ത് ആശ്വാസം ആരംഭിക്കുന്നു. ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്തുവിന്റെ അപ്പ അപ്പ എന്നൊരു വിളിയാണ്. ഈ വിളിയോടെ ക്രിസ്തു സഞ്ചരിക്കുന്നു. അപ്പ എന്ന് വിളിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? അപ്പ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് പോയി. ഒടുവിൽ ആ അപ്പൻ എവിടെയായിരുന്നു? കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ അപ്പനെ ആരും കാണുന്നില്ല. എന്റെ ദൈവമേ, എന്തിനെന്നെ കൈവെടിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് ക്രിസ്തു മിഴിപൂട്ടി. ഇത്രയും കാലം വിളിച്ചുകൊണ്ടിരുന്ന അപ്പനെവിടെ? 2 രാപ്പകലുകൾ കഴിഞ്ഞപ്പോൾ കടൽ തീരത്ത് കത്തുന്ന തീക്കരികിൽ അതിനേക്കാൾ ശോഭയോടെ ക്രിസ്തു നിൽക്കുന്നു. അപ്പൻ അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു. മരണത്തോളം പരാജയപ്പെട്ടെന്ന് കരുതിയാലും തകരരുത്, തളർന്നു വീഴരുത്. യു ഹാവ് എ ബിഗ് ഫാദർ. സ്നേഹപൂർവ്വം.